സ്റ്റാർട്ടാകുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ആകെ തപ്പി. പിന്നെ നമുക്കിതിന് സാധാരണ വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റോണിൻ്റെ അകത്ത് ഉള്ള വിഷയം കൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാറുള്ളത്. ഞാൻ മാഗ്നറ്റോൺ അഴിച്ച് ചെക്ക് ചെയ്തു, എന്നിട്ടൊന്നും ഇതൊന്നും ഈ സൗണ്ടിന് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന് യാതൊരു വിധമായ വ്യത്യാസവും കാണാത്തത് കൊണ്ട് ഞാൻ പിന്നെ എന്നോ എന്നറിയാമോ, നമ്മുടെ ഡോറിന് അകത്തുള്ള നമ്മുടെ സിങ്ക്രണൈസ് മോട്ടോർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളതൊന്ന് അഴിച്ചു നോക്കും. ഞാൻ ബോഡി അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു, കണ്ടില്ല, ഇങ്ങനെ ഇരിക്കും ബോഡിയായിരുന്നു. ഇത് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിങ്ക്രണൈസ് മോട്ടർ മറ്റ് കണക്ഷനുകളൊന്നും പോകാതെ മോട്ടർ ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് സിങ്ക്രണൈസ് മോട്ടർ ഒന്ന് മാറി നോക്കാം. മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അത് വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. മോട്ടർ കംപ്ലൈൻ്റ് ആണ്, കണ്ടില്ലേ, തുരുമ്പിച്ച് വളരെ പ്രശ്നമായിട്ട് പോയിരിക്കുകയാണിത്. ഇതിനി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെയിം സാധനം തന്നെ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 250 രൂപ വരെ ഉള്ളതാണ്. അപ്പോൾ ഈ സിങ്ക്രണൈസ് മോട്ടർ നമുക്കൊന്ന് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. ഒന്നിടാം, നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. നിലയിൽ ഓണായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ചെറിയൊരു പേപ്പർ കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ സിങ്ക്രണൈസ് മോട്ടർ നമ്മൾ മാറിയതാണ്. ആ മോട്ടറിൽ കണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം പ്രോപ്പർലി അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ സൗണ്ട് മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റോൺ ആണ് മിക്കവാറും സൗണ്ട് കേൾക്കാറുള്ളത്. അപ്പം നമ്മൾ സിങ്ക്രണൈസ് മോട്ടറൂടെ ഒന്ന് ചെക്ക് ചെയ്ത്, കാരണം ഈ തകരത്തിൽ അടിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.